പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് അമ്പഗ്ര, പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്തർദേശീയ മാർഷൽ ആർട്ടുകൾ, ഈ ഇൻ്റർനാഷണൽ മാർഷൽ ആർട്ടുകളും കളരിപ്പയറ്റും തമ്മിലുള്ളൊരു ബന്ധവും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അന്തർദേശീയ നിലവാരത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ക്രാവ് മാഗ എന്ന് പറഞ്ഞ ആർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഡു നോട്ട് ഗെറ്റ് ഹർട്ട്. നമ്മളൊരാളെ ഹർട്ട് ചെയ്യാൻ പാടില്ല. ഈ തിയറി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആക്കുക നമുക്ക് പറഞ്ഞുതരാം. അതായത് കുട്ടികളെ ഈ മാർഷൽ ആർട്ടിനൊക്കെ വിടുന്ന സമയത്തെ പൊതുവിൽ രക്ഷകർത്താക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവൻ ഒന്നാമതേ കുസൃതിയാണ്, അല്ലെ ബഹളം ഉണ്ടാക്കും. ഇവൻ ഇതിനൂടെ വിട്ടാലത്തെ അവസ്ഥ എന്താ എന്ന് അവർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടാണിത്. അതായത് മാർഷൽ ആർട്ട് എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടാണ്. അതിനകത്ത് ഒരാളെ നമ്മൾ ഉപദ്രവിക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ പ്രൊഫഷണലായിട്ട് നിൽക്കുക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ, അയാൾ വളരെ മാന്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാൾ റോഡിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ചന്തയിൽ പോയിട്ട് അടി ഉണ്ടാക്കുന്നത് ഒരിക്കലും അങ്ങനെ ഉള്ളവരെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് മാർഷൽ ആർട്ട് പ്രൊഫഷണൽ ആയിരിക്കുന്നത്. പ്രൊഫഷണൽ അല്ലാത്തൊരു മാർഷൽ ആർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമേ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുകയോ ഇനി അല്ലെങ്കിൽ മദ്യപാനവും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യുള്ളൂ. യഥാർത്ഥത്തിൽ മാർഷൽ ആർട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതാണ് പ്രൊഫഷണൽ. അയാൾ എന്ത് ചെയ്തില്ല, ഒരാളെ ഹർട്ട് ചെയ്ത് സംസാരിക്കില്ല. അതതിൻ്റെ ക്വാളിറ്റിയാണ്, മാർഷൽ ആർട്ടിൻ്റെ ക്വാളിറ്റിയാണ്. അങ്ങനെ ഹർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിനകത്ത് പ്രൊഫഷണൽ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രശ്നം ഒഴിവാക്കാനാണ് ആയോധനകല, വ്യക്തമായി പറഞ്ഞത്. അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു അവസ്ഥ കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന എല്ലാത്തിനകത്തും ഒരു തടയൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പലതും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾ അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും സാധാരണക്കാരൻ പറയും അടി തടയുക എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. അന്തർദേശീയ നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു സ്പോഞ്ച് എടുത്ത് വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ ആ സ്പോഞ്ചിലേക്ക് വെള്ളം എങ്ങനെയാണ് അബ്സോർബ് ചെയ്യില്ല, അതേ അവസ്ഥയിലാണ് ബ്ലോക്ക് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പഠിച്ച പല വിദ്യകളുണ്ട്. ഇപ്പോൾ ഒരുപാട് മാർഷൽ ആർട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻ ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, നമ്മൾ കരാട്ടയൊക്കെ പഠിക്കുന്ന കാലത്ത് കൈകൾ മാക്സിമം ചുരുട്ടി പിടിക്കണം, ഈ ലെവലിൽ പിടിക്കണം, പിന്നെ ഇത് വീണ്ടും മടക്കിയതിൻ്റെ മേലിൽ കൈ വെക്കുമ്പോഴായിരുന്നു ഒരു പഞ്ച് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേരം നമ്മൾ ബോഡിയൊക്കെ ടൈറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് വളരെ ലൂസായിട്ട് ഇടുക. അറ്റാക്ക് ചെയ്യുന്ന സമയത്തോ ബ്ലോക്ക് ചെയ്യുന്ന സമയത്തോ മാത്രം ബോഡി ടൈറ്റ് ചെയ്യുക. പിന്നെ ഒരു ഗ്രൂപ്പ് ഫൈറ്റിംഗ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അല്ലാതെ ചെയ്യേണ്ടതെന്നുള്ള ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സംവിധാനം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യുകയല്ല, അടി അബ്സോർബ് ചെയ്യുകയാണ്. ഈ അബ്സോർബ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കളരിപ്പയറ്റൊക്കെ തന്നെ അതേ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കളരിപ്പയറ്റ് നമ്മൾ വലിച്ചെറിയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അടി തട്ടുമല്ല ചെയ്യുന്നത്, നമ്മളതിനെ എടുക്കുക ചെയ്യണം. വ്യക്തമായി മനസ്സിലായി. ഇപ്പോൾ ഒരു ഷെൽഫിലിരിക്കുന്ന ഒരു സാധനം നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്ന മാതിരിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വരേണ്ടത്. ബ്ലോക്കും അങ്ങനെ ആക്കി മാറ്റണം. അപ്പോഴാണ് അതിനകത്തെ ഒരു കാമ്പ് എന്ന് പറയുന്നത് വരുന്നത്. അതുകൊണ്ട് മാർഷൽ ആർട്ട് പഠിക്കുന്ന ആരും തന്നെ റോഡിൽ ഫൈറ്റ് ചെയ്യുന്നവരല്ല. അവനവൻ്റെ ജീവന് പ്രശ്നം ഉണ്ടായാൽ മാത്രം രക്ഷപ്പെടുവാനുള്ള സംവിധാനമാണ്. അത് ഇൻ്റർനാഷണൽ ടച്ചിൽ ചെയ്യുകയും വേണം. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നേരെ വീഡിയോ. ഈ അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന കാര്യം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത്. ആദ്യം ശ്രദ്ധിക്കുക. അതിന് ശേഷം ബ്ലോക്ക് എങ്ങനെ അബ്സോർപ്ഷൻ ആക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരാൾ അടിക്കുമ്പോൾ അടി വരുന്ന പൊസിഷൻ നോക്കി ഇങ്ങനെ വരിക. ഈ വരുന്ന വേഗതയെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഒന്നുകൂടെ നോക്കുക. ഈ അടി ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ വെയിറ്റിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, ഒരു സംശയം വേണ്ട. പക്ഷെ ഒരു അടി വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യില്ലേ, ഇങ്ങനെ നിന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ, ഇത് ഇൻ്റർനാഷണൽ തിയറി ആയതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇത് ബ്ലോക്കാണ്. ഈ വരുന്ന ആളുടെ അടിയുടെ വെയിറ്റ് എൻ്റെ കൈ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല, എന്ത് പറ്റും, അടി കിട്ടുക തന്നെ ചെയ്യും. വ്യക്തമായി മനസ്സിലായി. അപ്പോൾ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞ തിയറിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ചെയ്യേണ്ടത്, ബ്ലോക്ക് ചെയ്യുന്ന മാത്രം പോരാ, നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ് ഒന്ന് തിരിക്കണം. അടിയുടെ വെയിറ്റ് ഒന്ന് തിരിക്കുമ്പോൾ ഈ വരുന്ന വെയിറ്റ് ഇവിടെ നിൽക്കുന്ന ആളെ അടിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുമെന്നും ഒറ്റയടിക്ക് കളയാൻ പറ്റുമെന്നുമാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തിലാണ് ബ്രെയിനിൽ പ്ലാൻ ചെയ്തിട്ടാണ് അടിക്കുന്നത്. ആ സമയത്ത് അടി വരുമ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ
സംഗതി പോയി. വ്യക്തമായി പിടി കിട്ടിയോ? രണ്ടാമത് അടിക്കുമ്പോൾ നമ്മൾ തട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്, സമയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ടൈമിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയും ഇതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോഡി മാറ്റുകയും ചെയ്യും. ഈ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ ഞാൻ ആളുടെ കറക്റ്റ് സെൻട്രൽ ലൈനിലാണ്. അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യുകയോ ഇവിടെ അറ്റാക്ക് ചെയ്യുകയോ ഇവിടെ അറ്റാക്ക് ചെയ്യുകയോ ഇവിടെ ഇങ്ങനെ ചെയ്യുകയോ ഇങ്ങനെ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരാണ് അബ്സോർപ്ഷൻ. വ്യക്തമായി മനസ്സിലായി? അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നാൽ പോരാ, മാറിയുണ്ടാവും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നിൽക്കിട്ടാണ് പഞ്ച് വരുന്നത്. ഓക്കെ, പഞ്ച് ചെയ്ത് നമ്മൾ ഇവിടുന്ന് മാറിയുണ്ട്. അപ്പോൾ അവിടെ പഞ്ചിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് കൈ ഒടിക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പഞ്ച് വരുന്നു, ഇവിടെ നേരെ നിൽക്കുന്നു. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്യുകയല്ല ചെയ്യണത്, അത് പഠിക്കുന്ന സമയത്ത് ബേസാണ്. അപ്പോൾ നമ്മൾ മാറുന്നു, പഞ്ച് വരുന്നു. അപ്പോൾ നമുക്കിത് കണ്ടോ കറക്റ്റ് സെൻട്രൽ ലൈൻ കിട്ടും, കൃത്യമായിട്ടുള്ള സെൻട്രൽ ലൈനുകൾ കിട്ടും. ക്ലിയർ ആയി? ഇതിൻ്റെ പേരാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലായി? ഇനി നമുക്ക് അതിൻ്റെ അടുത്തൊരു തിയറിയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ അടി വരുമ്പോൾ നമ്മൾ തട്ടി, അടി വരുമ്പം തട്ടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ അബ്സോർപ്ഷൻ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ബ്ലോക്ക് കൃത്യമായിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കയറി പിടിക്കുന്നത്. ഓക്കെ, മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ അടി വരുമ്പോൾ നമ്മൾ അല്പം മാറിയുണ്ടോ? അപ്പോൾ ഇവൻ്റെ പ്രതീക്ഷകൾ, ഈ ചെയ്യുന്ന ആളുടെ പ്രതീക്ഷ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ കൈ കയറി പിടിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം പോകുന്ന നോക്കി അങ്ങോട്ട് മാറുക. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അബ്സോർപ്ഷൻ നമ്മൾ മാറി കയറി പിടിച്ചുണ്ടോ? ക്ലിയർ? ഇതിനാണ് നമ്മൾ മെയ്പൈറ്റ് ചെയ്യുന്നത്. മെയ്പൈറ്റിൻ്റെ രഹസ്യം ഇവിടെയാണ്. ബാക്കി പറഞ്ഞു. ഇപ്പോൾ അബ്സോർബ് ചെയ്യുമ്പോഴേ അമർച്ചയിൽ ഇടത്ത് വെച്ചെന്ന് പറയില്ലേ? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അമരുന്നുണ്ട്, ഇവിടെ നിന്ന് അമർന്നിട്ട് അമർച്ചയിൽ ഇടത്ത് വെച്ച് വലത്ത് തൂക്കി, ഇതാണ് പ്രയാണം. ടെക്നിക്കലി നോക്കുമ്പോഴത്തേക്ക് വളരെ വ്യക്തമായിട്ട് ഈ അടി താങ്ങുമ്പോൾ നമ്മളിങ്ങനെ നിന്നല്ല ചെയ്യണത്, അല്പം താന്ന് തന്നെ ചെയ്യും. അപ്പോൾ ഈ അടി അഥവാ കൊണ്ടില്ലെങ്കിലും മേളിൽ കൂടെ പോകും. അപ്പോൾ അമരുന്നതിൻ്റെ രഹസ്യം മനസ്സിലായോ? അടിച്ച് ഇങ്ങനെ നിന്ന് കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കൈയുടെ ചായ്വ്, ഇതിൻ്റെ ആംഗിള്, ഈ നിൽക്കുന്ന ആംഗിള്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടി താങ്ങി. വ്യക്തമായി പിടി കിട്ടുക? അമർച്ചയിൽ ഇടത്ത് വെച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അടി വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ട് ചെയ്യണം അല്ലേ? വ്യക്തമായി മനസ്സിലായോ? അപ്പോൾ അമർച്ചയിൽ ഇടത്ത് വെച്ച്, അപ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അമർച്ചയിൽ ഇടത്ത് വെച്ച് വലത്ത് തൂക്കി. ആ തൂക്കുന്നത് ഇങ്ങനെ തൂക്കാം, ഇത് ഇവിടെ തൂക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അടി വരുമ്പോൾ എന്ത് ചെയ്തു? അമർച്ചയിൽ എടുത്ത് വെച്ച് വലത്ത് തൂക്കി എന്ന് പറയുമ്പോൾ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള തിയറികൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് മാർഷൽ ആർട്ട് ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് പോകുന്നത്. വ്യക്തമായി പിടികിട്ടിയോ? പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ പള്ളി കയറി പിടിക്കും. എന്താ പിടിച്ച് ഹട്ട് ചെയ്യാനായിട്ട് ആവശ്യമില്ലാത്തൊക്കെ പറയും. നമ്മൾ കാമായി നിൽക്കുക, റിലാക്സ് ആയി നിൽക്കുക, കാരണം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നീട് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ, ഒരടി അവിടെ നിന്ന് വരെയായിരിക്കും. നമ്മൾ നാച്ചുറലി കയറി തട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമുക്കെതിരെ എന്ത് വരുന്നോ അതിനെ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ അടി അവിടെ നിന്ന് വരുന്നു, അടിച്ച് എന്താ സംഭവിക്കുന്നത് മനസ്സിലായോ? മെല്ലെ പിടിച്ച് ഇവിടെ വരുമ്പോൾ ഇത് പിടിച്ചു, അവിടെ നിന്ന് അടി വരുമ്പം സാധാരണ ഒരാളുടെ തല എങ്ങനെ വർക്ക് ചെയ്യും? ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. മാർഷൽ ആർട്ട് പഠിച്ച ഒരാളുടെ തിയറി അനുസരിച്ച്, ആ തിയറി അനുസരിച്ച് ഇവിടെ പിടിച്ച് നീ കൈ കളയേണ്ടതുണ്ട്. ഓക്കെ, അപ്പം പിന്നെ എന്തുണ്ട്? നമ്മൾ പറഞ്ഞ മൂവ്മെൻറ്റ്സ്, അബ്സോർപ്ഷൻ. അപ്പോൾ മെല്ലെ അടിച്ച് നമ്മൾ ഇവിടുന്ന് മാറിയല്ലോ, അബ്സോർബ് ചെയ്തു. വ്യക്തമായിട്ട് ഒന്നുകൂടി ക്യാച്ച് ചെയ്തു വരുന്നു, നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൃത്യ ഗ്രോവിന് അടി കിട്ടും. പിന്നെ ഈ കൈ ഇങ്ങോട്ട് വന്നാൽ എങ്ങോട്ടാണ് വരിക? ഇതിവിടെ വരും. പിടിയിട്ടുണ്ടോ? ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് പിടിച്ചു, നമ്മൾ അവരോട് ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട, അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ട്, പ്രോബ്ലം ഇല്ല. അപ്പോൾ അടി വരുന്നു, ഇത് ചെയ്ത് കണ്ടോ? ക്ലിയർ? ഇതാണ് മാർഷൽ ആർട്ടിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ കൊണ്ടുള്ള ഗുണം പിടികിട്ടിയോ? അടുത്ത വീഡിയോ ചെയ്യാം.